ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഒലയായിട്ട് ബന്ധപ്പെട്ട് ഒല എടുക്കാൻ പോവാണെന്ന് ഞാൻ 2-3 വീഡിയോയിൽ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പറഞ്ഞാൽ 3-4 പേര് ഒല എടുക്കരുത്, സർവീസ് മോശമാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഞാനും ഒരു തവണ പറഞ്ഞു എനിക്ക് നെഗറ്റീവായിട്ടൊരു സംഭവം ഉണ്ടായി, സ്റ്റാഫിൻ്റെ സൈഡിൽ നിന്ന് വിളിച്ചിട്ടെടുത്തില്ല, പേപ്പർ കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ കുറച്ച് നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒലയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അതിനുള്ള മെയിൻ കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ഒരു ഇലക്ട്രിക് സ്കൂട്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. കാരണം ഞാൻ ഏതൊക്കെ ഡിസിഷനിലൂടെ കടന്നുപോയി, എങ്ങനെയാണ് ഈ ഒലയിലേക്ക് ഫിക്സ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ബേസിക്കലി ഞാൻ എനിക്ക് റിസ്തെന്ന് വരത്തുള്ളൂ, എയ്തറിൽ പോയിട്ട് ചേതക്കിൽ പോയി. ഞാനിപ്പോൾ ചേതക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും തമ്മിലൊരു കമ്പാരിസൺ, ഓല, ചേതക്ക്, എയ്തർ, ഇത് മൂന്നുമാണല്ലോ ഇലക്ട്രിക്ക് നിൽക്കുന്നത്. പിന്നെ ടി വി എസ് നോക്കി, ടി വി എസിൻ്റെ ഐക്യൂബ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പേ എന്തുകൊണ്ടാണ് ഞാൻ ഒലയിലേക്ക് ഫിക്സ് ആയതെന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം, ഒരുപാട് പേര് പറയുന്നുണ്ട് സർവീസ് ഭയങ്കര മോശമായിരുന്നു എന്നുള്ള കാര്യം, അവിടുത്തെ സർവീസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പണ്ടായിരിക്കും അങ്ങനൊരു സംഭവം. ഇപ്പം അങ്ങനൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒന്നാമത്തത്, ഞാൻ നിന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കൊല്ലത്തൊരു ഷോറൂമിൽ പോയായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ സ്റ്റാഫിന് വലിയ കാര്യം അറിയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് ശരിക്കും കറക്റ്റ് അറിയില്ല, അവർക്ക് അറിയാത്തതാണോ അതോ ഇനി വില പേടിച്ചിട്ടാണോ പുതിയ സ്റ്റാഫാണോ ഒന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇവരുടെ കസ്റ്റമർ കെയറിനെ വിളിക്കുമ്പോഴത്തേനും എന്നോട് അയത്തിൽ പോകാൻ പറയുന്നത്. അങ്ങനെ ഞാൻ അയത്തിൽ പോയി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാകേഷ് എന്ന് പറയുന്നൊരു പുള്ളിയാണ് ഡീൽ ചെയ്തത്. അദ്ദേഹം നന്നായിട്ട് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ദിവസം ചെല്ലുമെന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഞാൻ കുറേ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഒരു 2-3 തവണ ഞാൻ വിളിച്ചു, മെസ്സേജ് ആൾ റിപ്ലൈ ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഒരു സമയത്ത് ഞാൻ അറിഞ്ഞു പുള്ളി എന്തോ മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് കോൾ എടുക്കാതിരുന്നതെന്നുള്ള കാര്യം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും, നമുക്കത് വിടാം, എന്തെങ്കിലും ആട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഞാൻ ചെന്നപ്പോഴത്തേനും അവിടെ അധികം സ്റ്റാഫുകൾ, എനിക്കൊന്ന് ഒലയുടെ സ്റ്റാഫുകൾ കുറവായിരുന്നു, ഫിനാൻസിൻ്റെ സ്റ്റാഫൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്ക് വലിയ കാര്യങ്ങൾ അറിയില്ല. അത്യാവശ്യം എനിക്കങ്ങനെ ഒരു ഭയങ്കര നല്ല ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രാകേഷ് എന്ന് പറയുന്ന അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ മെഡിക്കൽ എമർജൻസി ആയിരുന്നു, മെഡിക്കലി വയ്യായിരുന്നു, പനിയായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിന്നീട് അദ്ദേഹം തന്നെയാണ് എന്നെ കംപ്ലീറ്റ് ആയിട്ട് ലീഡ് ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞ് പിന്നീട് ആക്സസിൻ്റെ വന്നപ്പോഴത്തേന് എനിക്കൊരു നെഗറ്റീവ് ഉണ്ടായി. എനിക്ക് വന്ന എമൗണ്ടും സാങ്ഷൻഡ് എമൗണ്ടും ഒക്കെ വേറെയായിരുന്നു, ഇവർ പറഞ്ഞത് വേറെയായിരുന്നു. അത് ഈ ആക്സസിൻ്റെ സ്റ്റാഫ് ജിതിൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അതെല്ലാം ക്ലാരിഫൈ ചെയ്ത് തന്നു. അത് പിന്നെന്തോ സ്പെഷ്യൽ അപ്രൂവൽ എടുത്തിട്ടാണ് മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞ റേറ്റിന് പുള്ളി അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ രാകേഷ് എന്ന് പറയുന്ന പുള്ളിയാണ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. അദ്ദേഹത്തിൻ്റെ ഡീലിംഗ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അന്നൊരു ദിവസം ചിലപ്പോൾ ഫോൺ എടുക്കാത്ത ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ എമർജൻസി എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പോൾ എല്ലാവരും എല്ലാ സമയവും എൻ്റെ ഹോൾ എടുക്കണം, ഞാനങ്ങനെ രാജകുമാരനൊന്നും അല്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടായിരിക്കാം. എന്തായിരുന്നാലും അത് പോട്ടെ, എനിക്ക് പിന്നെ അത്യാവശ്യം നല്ല ഫീലിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം, സർവീസ് മോശമാണെന്ന് ഒത്തിരി പേര് എന്നോട് പേഴ്സണലി പറയുകയും ചെയ്തു, ഒരു 3-4 പേര് കമൻറ്റ് ഇടുകയും ചെയ്തു. ഈ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ അയത്തിൽ ഷോറൂമിൽ സർവീസ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ ആദ്യം ബുക്ക് ചെയ്യാൻ ചെന്ന സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ ഓല ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചി നേരെ ഞാൻ അവിടെ ചെന്ന് എൻക്വയറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും ഈ രാകേഷ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഈ ചേച്ചി വന്നിട്ട് സ്കൂട്ടിയുടെ ബാക്ക് ഓപ്പൺ ആകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അന്നേരം തന്നെ അത് എന്തോ പ്രശ്നമാണ്, ബാക്ക് ശരിയാക്കടേ എന്നൊക്കെ പറഞ്ഞ് ഡേന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അത് അന്നേരം തന്നെ സ്പോട്ട് റെഡിയാക്കി കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇന്നലത്തെ എൻ്റെ വീഡിയോ കണ്ടു കാണും, മറ്റേ ആക്സസിൻ്റെ പേപ്പറൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തത്. അത് അന്ന് തന്നെയാണ് ഇതിന് ഷൂട്ട് ചെയ്യുന്നത്, പക്ഷേ 2 ദിവസമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആ പേപ്പർ കൊടുത്ത സമയത്ത് ഒരു അപ്പച്ചൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഹാൻഡിൽ ബാറിൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അത് സ്പോട്ടിൽ തന്നെ ശരിയാക്കി കൊടുത്തു. പുള്ളി നേരെ വന്നിട്ട് അവിടെ ഇരുന്നൊരു താടിയുള്ളൊരു ആളുടെ അടുത്തുള്ള പേരെനിക്കറിയില്ല, ഒരു കംപ്ലയിൻറ്റ് റൈസ് ചെയ്യാനെന്ന് പറഞ്ഞ് അപ്പം തന്നെ അവരത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇപ്പോൾ സർവീസ് ഭേദപ്പെട്ടു എന്നാണ് തോന്നുന്നത്. പിന്നെ എനിക്ക് നെഗറ്റീവ് അടിച്ചത് 2 ദിവസം ഡിലേ ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് പക്ഷേ അവർ സെറ്റിൽ ചെയ്തു. ആ രാകേഷ് എന്ന് പറയുന്ന ആളും ജിതിൻ എന്ന് പറയുന്ന സ്റ്റാഫും, മീൻസ് ഞാൻ നെഗറ്റീവ് അടിച്ചെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു, അവർ നല്ല രീതിയിൽ എനിക്ക് സോൾവ് ചെയ്ത് തന്നു. എൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചിട്ട് എന്താണ് ഇത്രയും ദിവസമായിട്ട് ബുക്ക് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഡയറക്റ്റ്
സാധനം ഈ വാട്സപ്പിൽ അയച്ചാൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഈ രാകേഷ് എന്ന് പറയുന്ന ഞാൻ എന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ബ്രോയോട് പറഞ്ഞു. പുള്ളി വേണ്ട, ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പുള്ളി സെറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ആക്സസിൻ്റെ പേപ്പറൊക്കെ കൊടുത്തു, സാങ്ഷൻ എമൗണ്ട് വന്നു. പിന്നെ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അടച്ചിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡൗൺ പേയ്മെൻറ്റായിട്ട് നമ്മൾ പറഞ്ഞ് എഗ്രി ചെയ്ത എമൗണ്ട് തന്നെ അടച്ചു. അങ്ങനെ സർവീസിൻ്റെ കാര്യത്തിൽ ഈ ചേച്ചി വന്ന് റെഡിയാക്കിയതായാലും ഈ അപ്പച്ച വന്ന് റെഡിയാക്കിയതായാലും എനിക്കൊന്ന് നെഗറ്റീവ് അടിച്ചെങ്കിലും പിന്നെ അതിനെ അവർ പോസിറ്റീവ് ആക്കി എടുത്തു. അങ്ങനെ നല്ല രീതിയിൽ ഡീൽ ചെയ്തതായിട്ടാണ് എനിക്കത് ആ സമയം വരെ ഫീൽ ചെയ്തത്. അപ്പം ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ അയത്തിലെ ഷോറൂമിനെ കുറിച്ച് അത്ര നല്ലൊരു സാധനമല്ല ഞാൻ പറഞ്ഞത്. അത് ബേസിക്കലി എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ഈ 2 ദിവസം വലിച്ചു നീട്ടി ഒരു സാധനമായിരുന്നു. പിന്നീട് ഞാൻ അവിടെ ഷോറൂമിൽ ചെന്ന് ഈ ഫിനാൻസിൻ്റെ പേപ്പറൊക്കെ ഇന്ന് കൊടുത്തപ്പോഴാണ് അവർക്ക് പനിയായിരുന്നു, വയ്യായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. അവരുടെ വയ്യാഴികയെ നമ്മൾ മാനിക്കണം, സ്വാഭാവികം. അപ്പോൾ ആംബുലൻസോ, അപ്പോൾ അവരുടെ വയ്യാഴികയൊക്കെ നമ്മൾ മാനിക്കുന്നു. അങ്ങനെ പിന്നീട് എനിക്ക് നല്ല ഡീലിംഗ് ആയിരുന്നു. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് പിന്നീട് ഫീൽ ചെയ്തത്. ഇടയ്ക്ക് 2 ദിവസം നെഗറ്റീവായി, പിന്നെ സംഭവം സെറ്റായി. അപ്പോൾ വലിയ സീനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അടൂർ ഷോറൂമിൽ പോയായിരുന്നു. അടൂർ ഷോറൂമിൽ പോയിട്ട് അവിടെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ രാകേഷ് എന്ന് പറയുന്നത് ഞാൻ വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോൾ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി ഓക്കെ ആണെങ്കിൽ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം. കാരണം ഞാൻ അവരുടെ പ്രമൈസിലൊന്നും കയറി ഷൂട്ട് ചെയ്തിട്ടില്ല. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഷോറൂമിനകത്ത് ഷൂട്ട് ചെയ്യുന്ന റെഡി അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചേതക്കും ചെയ്തിട്ടില്ല, ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചിട്ട് പുള്ളി ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ ഇടാം. എനിക്ക് അടൂരെന്ന് പറഞ്ഞത് വണ്ടി വില 1.15, പിന്നെ എന്തോ ഡിസ്കൗണ്ടും ഓഫറും എല്ലാം കൂടെ കയറ്റിയിട്ട് ഒരു 98 തരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇവിടുന്ന് ഇവർ സെറ്റാക്കി തന്നു 93 എന്താ ഓഫറും കെട്ടി. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ തന്നു. അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ 3 കമ്പനികൾ തമ്മിലുള്ള ഡിഫറൻസ്, ഞാൻ എന്തുകൊണ്ടാണ് ഒല ചൂസ് ചെയ്തതെന്നുള്ള കാര്യം പറയുന്നത്. ഒന്ന്, ഈ സർവീസിൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേട്ടൻ ചേതക്കെടുക്കെന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ചേതക്കിനകത്ത് ഞാൻ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. എയ്തർ ഭയങ്കര വിലയാണ്. അതിൻ്റെ 3ൻ്റെ കമ്പാരിസണും കാര്യങ്ങളും എല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. എല്ലാത്തരം ബ്രോഷറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ടി വി എസിലും പോയി കേട്ടോ, ടി വി എസിൻ്റെ iQube നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഓല ഫിക്സ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത്. എനിക്ക് അവിടെ അങ്ങനെ മോശം സർവീസായിട്ട് തോന്നിയില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സർവീസാണ്. പിന്നെ രാകേഷ് എന്ന് പറയുന്ന പുള്ളിയും ജിതിൻ എന്ന് പറയുന്ന പുള്ളി എനിക്കൊന്ന് ആദ്യത്തെ ദിവസം പുള്ളി ഒന്ന് സെറ്റായിട്ടില്ലായിരുന്നു. ഇനി വയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ രണ്ടാമത്തെ തവണ ആൾ നന്നായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. 2 പെൺപിള്ളേർ വന്നവർ പോയിട്ട് എടുക്കാം കേട്ടോ ബാക്കി. അങ്ങനെ നന്നായിട്ടാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് അപ്പച്ചനോട് ചോദിച്ചപ്പോൾ സർവീസ് കൊള്ളൂല എന്നൊക്കെയാണ് അപ്പച്ചൻ എന്നോട് പറഞ്ഞു. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തെറ്റിദ്ധാരണകളാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഓല, ടി വി എസ് iQube, എയ്തറിൻ്റെ റിസ്ത, പിന്നെ ചേതക്കിൻ്റെ വണ്ടി, ഇത് ഇത്രയും കമ്പയർ ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഒലയിൽ ഫിക്സ് ചെയ്തതെന്ന് പറയാം. ഈ വീഡിയോക്ക് ചിലപ്പോൾ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും. വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇനിയുള്ള പാർട്ട് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. അതിനി ഞാൻ ഈ വണ്ടി എടുക്കാൻ ഒല ഫിക്സ് ചെയ്ത അടുത്ത കാരണത്തിൽ ഞാൻ എല്ലായിടത്തും പോയിട്ടോ. ചേതക്കിൻ്റെ ബ്രോഷറുണ്ട്, ഒലയുടെ ഞാനിവിടെ കൊടുക്കാം, iQubeൻ്റെ ഞാനിവിടെ കൊടുക്കാം. നിങ്ങൾ വേണ്ടി ഒരു പോസ് ചെയ്ത് വായിച്ചോ. ഇനി ഞാൻ ആ റീസണിലേക്ക് വന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഓലയിലേക്ക് ഫിക്സ് ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ സർവീസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. എനിക്ക് ഓല അന്ന് നെഗറ്റീവ് അടിച്ചെങ്കിലും പിന്നെ സെറ്റപ്പായിട്ട് തോന്നി. ഇനി രണ്ടാമത്തത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിലവിവര പട്ടികയാണ് മെയിനായിട്ട് അട്രാക്ട് ചെയ്ത മറ്റൊരു സാധനം. അത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓല എനിക്ക് കിട്ടിയത് 93,000-നാണ്. ഇത് ഓരോ ദിവസവും ഓരോ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ ഇതിലുമ്പോൾ ഈ റേറ്റ് കിട്ടണമെന്നില്ല. എന്നാലും മറ്റു വണ്ടികളെക്കാട്ടിലും വിലക്കുറവാണ് ഓലയുടെ. ഞാനെല്ലാം ബേസ് മോഡലായിട്ടോ നോക്കുന്നത്. ഓലയുടെ S1X, പിന്നെ എയ്തറിൻ്റെ ആണ് റിസ്ത എന്ന് പറയുന്ന ഏറ്റവും ലോസ്റ്റ് മോഡൽ, ചേതക്കിൻ്റെയും ഏറ്റവും ലോസ്റ്റ് മോഡൽ, iQubeൻ്റെയും എല്ലാം ലോസ്റ്റ് മോഡൽ വെച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഓല വരുമ്പോഴത്തേനും എനിക്ക് 93-നാണ് കിട്ടിയത്. നിങ്ങൾക്ക് മെജോറിറ്റി ഒരു 98-നൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത്. റിസ്ത ആകുമ്പോഴത്തേനും 1.42 വണ്ടി വരാം. ചേതക്കാവുമ്പോഴത്തേന് 1,633,000 രൂപയാവും. പിന്നെ iQube ആകുമ്പോഴത്തേനും മിഡ് റേഞ്ച് വരുമ്പോഴത്തേനും 1.20 ആവും. കാരണം 100 കിലോമീറ്ററിൽ നമുക്ക് ഓടണ്ടേ. അങ്ങനെയാണ് ഇവരുടെ പ്രൈസ് വെച്ച് നോക്കുന്നത്. അപ്പോൾ 93,000 രൂപയുടെ ഓലയാണ് ബെസ്റ്റായിട്ട് തോന്നിയത്.
ഇനി വാറണ്ടി എടുക്കുകയാണെങ്കിൽ ഒലയ്ക്ക് എനിക്ക് കിട്ടിയത് അത് ലാസ്റ്റ് പറയാം. റിസ്തയുടെ വാറണ്ടി എന്ന് പറഞ്ഞാൽ 5 വർഷവും 50,000 കിലോമീറ്ററുമാണ്. ചേതക്കിൻ്റെ എന്ന് പറഞ്ഞാൽ 3 വർഷവും 50,000 കിലോമീറ്ററുമാണ്. ഐക്യൂബിൻ്റെത് 3 വർഷവും 50,000 കിലോമീറ്ററാണ്. ഇതിനെല്ലാം എക്സ്റ്റെൻഡഡ് വാറണ്ടി നമ്മൾ എക്സ്ട്രാ എടുക്കണം. ഒലയുടെ എനിക്ക് കിട്ടിയപ്പോൾ എക്സ്റ്റെൻഡ് ബാൻഡ് എനിക്ക് 8 വർഷവും 80,000 കിലോമീറ്റർ ഒരു ഓഫറിൽ നമ്മൾ പറഞ്ഞ രാകേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ എനിക്ക് സെറ്റ് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ 8 വർഷത്തേക്ക് വണ്ടി ഓടും. എക്സ്റ്റെൻഡ് ബാൻഡിക്ക് എക്സ്ട്രാ ബാക്കി എല്ലായിടത്തും എനിക്ക് തോന്നുന്നു 10,000 രൂപ വരെ നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാതെ നമുക്ക് ഈ സംഭവം കിട്ടി എന്നുള്ളതാണ് എനിക്കിനകത്തുണ്ടായ മറ്റൊരു മെച്ചം. ഇനി മൂന്നാമത്തത് അത് പറഞ്ഞല്ലോ, റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര കിലോമീറ്റർ ചാർജിൽ ഓടും എന്നുള്ളത്. ഒലയ്ക്ക് കമ്പനി പറയുന്നത് 153 ഞാൻ പല വീഡിയോസൊക്കെ കണ്ടപ്പോഴത്തേനും ഒരു 120 ഓടുമെന്നാണ് അറിഞ്ഞത്. റിസ്തയ്ക്ക് 130 അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഇതിനെക്കാട്ടിലും താഴെ വരത്തുള്ളൂ. ചേതക്കിന് 123 കമ്പനി പറയുന്നത്. അതും ഒലയുടെ താഴെ ഇപ്പോൾ വരത്തുള്ളൂ. ഐക്യൂബിന് 80, 90 പറയുന്നത്. 100 പറയുന്നതാണ് കറക്റ്റ്, 100 പറയുന്നത്. അപ്പോൾ അതും ഇതിൻ്റെ താഴെ വരത്തുള്ളൂ. ഇനി നമ്മൾ സ്പീഡ് നോക്കുവാണെങ്കിൽ ഒല 90 കയറും. ബാക്കി എല്ലാവരും 80 വരെ മാക്സിമം കയറത്തുള്ളൂ. ഇതിൽ ചേതക്കിനൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ചേതക്കിന് നമ്മൾ ബാക്കി എല്ലാത്തിനും എക്കോ, സ്പോർട്ട്, നോർമൽ എന്നൊക്കെ പറഞ്ഞ പല മോഡുകളുണ്ടല്ലോ. ചേതക്കിന് ഈ മോഡ് കിട്ടണമെങ്കിൽ നമ്മൾ അവരുടെ ടെക് പാക്ക് 3000 രൂപ കൊടുത്ത് ഇവരുടെ ഈ ടെക് പാക്ക് നമ്മൾ എക്സ്ട്രാ എടുക്കണം. എന്നാലേ സ്പോർട്സ് മോഡ് അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നോക്കിയപ്പോഴത്തേനും പ്രൈസ് കുറവ്, വാറണ്ടി കൂടുതൽ, റേഞ്ച് കൂടുതൽ, സ്പീഡ് കൂടുതൽ, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഒല ഫിക്സ് ചെയ്ത്. പിന്നെ 5ാമത്തെ എല്ലാവരും സർവീസ് മോശമെന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഒരു മോശം എന്ന് പറയാൻ പറ്റത്തില്ലടേ. ഇടയ്ക്കൊന്ന് നെഗറ്റീവായി. പക്ഷേ ആ സ്റ്റാഫ് നന്നായിട്ട് ഡീൽ ചെയ്തത് പോസിറ്റീവാക്കി തന്നു. പ്രത്യേകിച്ച് ഞാൻ സംസാരിച്ച് ഇവർ 2 പേരോടുവാ, രാകേഷും ജിതിനും. ഫിനാൻസിൻ്റെ സ്റ്റാഫ് ജിതിൻ, രാകേഷ് ഒലയുടെ സ്റ്റാഫ്. മൊത്തത്തിൽ എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒല ഫിക്സ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. എല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേനും എല്ലാത്തിലും ബെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് ഒല തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ നോക്കുക. ഞാൻ വണ്ടി എടുക്കുന്ന ദിവസം ഈ രാകേഷ് എന്ന് പറയുന്ന ആളോട് ഞാൻ ചോദിച്ചിട്ട് നമ്പർ തരാം. ഞാൻ ചുമ്മാ വാരി പെറുക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ചീത്തളയൊക്കെ ഒന്നും വയ്യ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ പുള്ളി ഓക്കെ ആണെങ്കിൽ നമ്പർ ഇടാം. ഇല്ലെങ്കിൽ അയത്തിൽ ഷോറൂമിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാണ് എൻ്റെ ഡിസിഷൻ. നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കുക. ഇനി ഞാൻ സ്കൂട്ടി എടുത്തിട്ട് ഓടിച്ച് കാണിച്ചിട്ട് ബാക്കിയൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇച്ചിരി ലെങ്ത് ഉണ്ടാവും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.